മനോരേട്ടാ, മോളുടെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാ. നാളെ അടച്ചില്ല തന്നെ അവന്മാർ തൂക്കിയല്ലോ. ഉണ്ടാമോട്ട് അടയ്ക്കും. മനുഷ്യരുടെ കാശില്ലാതെ നട്ടം തിരിക എന്നപ്പോഴാ. അതെങ്ങനാ ഇവന്റെ കൈ ഒടിഞ്ഞിട്ട് 2 ആഴ്ചയല്ലോ ഈ സ്കൂളിൽ പോയിട്ട്. പിന്നെ എന്ത് പഠിപ്പിച്ചിട്ടാ ഇവന്മാർക്ക് ഫീസ് കൊടുക്കണ്ടേ? എന്ന് വെച്ചാ എങ്ങനെയാ? പിന്നെ ഞാൻ എന്നാ പറഞ്ഞു? എന്തോ നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ചൂടുവെള്ളം. അതെ, നന്നായിട്ട് തിളപ്പിച്ചോ. നല്ല ചൂട് വേണം. മക്കള് കഴിച്ചോ? കഴിച്ചോ? ഹലോ, എന്താ കേക്കറേ? എനിക്കൊരു 10,000 രൂപ തരുമോ? ആ തരാലോ. ഒരു കല്യാണം ഉണ്ടായിരുന്നു. പോകുമ്പോ എങ്ങനെയാ വെറും കൈയോടുകൂടി പോകുന്നേ? പാടില്ല പാടില്ല, വെറും കൈയോടെ പോകാനേ പാടില്ല. കല്യാണത്തിന് പോകുന്നതല്ലേ, അതുകൊണ്ടൊന്ന് ബ്യൂട്ടി പാർലറിലും കയറണം. അതെന്തായാലും കയറണം. സുന്ദരി കുട്ടിയായിട്ട് മടോണ പോകാവൂ. പൈസ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യാം. ശരി മനോരേട്ടാ. ഓ ആയിക്കോട്ടെ. ഓ വച്ചോ. എടി വെള്ളം ചൂടാക്കിയോ? എന്താടാ? ആ നേരെ, ഈ മാസത്തെ ടൂറ് നാളെ തന്നെ പോണമെന്നാ രാജു പറയുന്നത്. അതും പാലക്കയം തട്ട്. എടാ, ഇതിനൊക്കെ കുറച്ചെങ്കിലും പൈസ കൈ കാണണ്ടേടാ. ഓ എന്തിന്? എല്ലാ പ്രാവശ്യത്തെ പോലെ ഓസ് ചെലവ് മുഴുവൻ ആവാൻ വഹിച്ചോളും. പിന്നെ വണ്ടിക്കും നമുക്ക് ഇന്ധനം അടിക്കാൻ എന്തെങ്കിലും കരുതണം. അത് ഞാൻ നോക്കിക്കോളാം, താൻ വന്നാൽ മതി. എന്നാലേ ഞാൻ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ, അവള് വിട്ടില്ലേലോ? ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറയടോ നേരെ. പെങ്കോന്തൻ. നീ പോടാ. എന്തോ ഒടിക്കല ബോസേ, മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുവന്നേണ. നല്ല അടിപൊളി പൊട്ട സ്ഥലം. അല്ല, നല്ല സ്ഥലം. തുടങ്ങി. ഈ തുണി ഒരു ദിവസം കത്തിച്ചളയണം. ഒന്ന് നിർത്തോ? എടാ, ഇവനെ എനിക്ക് കിട്ടിയതിൻ്റെ ഭാഗ്യ. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് ഇവനെ. ഇവൻ എൻ്റെ പടക്കുതിരയാടാ. പടക്കുതിര മനുഷ്യന്റെ നടുവൊടിഞ്ഞ്. അല്ല, പടക്കുതിര എന്ന് പറഞ്ഞപ്പോ 2 കഴുതപ്പുറത്തുണ്ടായില്ലേ? ശരിയാണല്ലോ. എടാ രാജുവേ, ഇത്രയും കയറിയതേ ഉള്ളൂ. മനുഷ്യന്റെ ഊപ്പാട് തീർന്നു. ഓസിയാടാ നോർത്ത് വന്നതാ. ഇത്രയും ക്രൂരമായി പോകുമെന്ന് കരുതിയില്ല. എന്നെ തലവടാ ഇത്. എവറസ്റ്റ് എന്റെ ക്രിയേഷൻ, എന്റെ ഇടപാട് തീർന്നു. നിങ്ങളുടെ വണ്ടി എവിടെ? ഇവിടെ താഴെ വെച്ചേക്ക. ഈ കയറിയത് എങ്ങനെ കയറാനാ? ചത്തടാ. അയ്യോ, അതൊക്കെ ഇവൻ പറക്കല്ലായിരുന്നോ? കണ്ടീഷൻ വണ്ടിയാ അല്ലേ? അടിപൊളി. രാജു, ഞാൻ ഈ നാട്ടുകാരനായിട്ട് ഇത്രയും നല്ലൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടുന്ന് പോകാനേ തോന്നണല്ലോ മനോഹരേട്ടാ. ഇനി തോന്നിയാലും പോകാൻ പറ്റുമെന്ന് തോന്നില്ല. സമയം 12 നമുക്കേ അടുത്ത ട്രിപ്പേ ഗുണ്ടൽപേട്ട് പിടിച്ചാലോ? ഗുണ്ടൽപേട്ടോ? ഗുണ്ടൽപേട്ട് എന്നൊക്കെ പറയാനുള്ള ആരും കൊണ്ടോടാ നിനക്ക്? അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവനോട് എവറസ്റ്റ് വരെ കയറി കിടക്കും. എന്റെ ഈശ്വര, ഈ ലോതിയ പല ബുള്ളറ്റ് ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട്. എന്റെ രാജ്യം, നിനക്ക് ഇത് എന്തൊരു പാട്ടാടാ ബുള്ളറ്റിനോട്? അതെ, പണ്ട് എൻ്റെ അപ്പൻ കാപ്പിമല പള്ളിപ്പെരുന്നാൾ വെച്ച് എനിക്കൊരു കുഞ്ഞു ബൈക്ക് വാങ്ങി തന്നു. അന്ന് തുടങ്ങിയതാ ബൈക്കിനോടുള്ള എൻ്റെ പ്രണയം. പിന്നീട് ഞാൻ ആദ്യമായിട്ടൊരു ബുള്ളറ്റ് കാണുന്നതേ നമ്മുടെ പള്ളിയിലെ സേവ്യർ അച്ഛൻ വാങ്ങിച്ചൊരു ബുള്ളറ്റാ.
ഒരു ഇംഗ്ലണ്ട്, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് 64 മോഡൽ. പിന്നെ പള്ളി പോകുന്ന തന്നെ ഈ ബുള്ളറ്റ് കാണാൻ വേണ്ടിയാ. അതിന്റെ ശബ്ദവും എടുപ്പും കരുത്തും ഒരു രാജകീയ ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനതിൽ കയറി പോന്ന കാണാൻ. അന്ന് തീരുമാനിച്ച വലുതാവുമ്പോൾ അതുപോലെ ഒരെണ്ണം വാങ്ങണമെന്ന്. പിന്നെ ഇവൻ എൻ്റെ കൈ കിട്ടുമ്പോൾ കത്തിക്കരിഞ്ഞ് കിടക്കുമായിരുന്നു. ഞാനിവന് ജീവൻ കൊടുത്തു. പിന്നീട് എപ്പോഴൊക്കെയോ ഞാനിവനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇതിൽ കയറിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക കോൺഫിഡൻസാണ്. ഇതെൻ്റെ മാത്രമല്ല കേട്ടോ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ വികാരമാണ് ഈ കാണുന്ന ബുള്ളറ്റ്. ക്രിയേഷൻ